കേരള സർവകലാശാലയിലെ ഉത്തരക്കടലാസുകൾ നഷ്ടപ്പെടുത്തിയ അധ്യാപകനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാൻ ശുപാർശ. പോലീസ് അന്വേഷണം വേണമെന്നും ചാൻസലർക്ക് സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ടിൽ ശുപാർശയുണ്ട്. അധ്യാപക നിയമനത്തിനുള്ള യോഗ്യതാ മാനദണ്ഡം പരിശോധിക്കാനും തീരുമാനം. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഹാൻസ് ജോൺ ചേരുന്നു. ഹാൻസ്, ഈ വിവാദങ്ങൾ ഉയർന്ന ഘട്ടത്തിൽ ഇദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യാൻ പറ്റില്ലെന്നായിരുന്നു ഡീൻ നൽകിയ വിശദീകരണം. കാരണം ഇദ്ദേഹം താത്കാലിക അധ്യാപകനാണെന്നായിരുന്നു. ഇപ്പോൾ ഈ പുറത്താക്കൽ നടപടി എങ്ങനെയാണ് അങ്ങനെയെങ്കിൽ സാധ്യമാകുക? ഈ അധ്യാപകൻ നിയമനത്തിനുള്ള യോഗ്യതാ മാനദണ്ഡം പരിശോധിക്കുമെന്നുകൂടി അറിയിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അഖില, തീർച്ചയായും ഈ വിവാദവുമായി ബന്ധപ്പെട്ട് ICMന്റെ ഡയറക്ടർ നമ്മളോട് വ്യക്തമാക്കിയത് ഈ അധ്യാപകനെതിരെ യാതൊരു വിധത്തിലുള്ള നടപടിയും സ്വീകരിക്കാൻ കഴിയില്ലെന്നാണ്. പക്ഷേ ഇപ്പോൾ ഈ വിവാദവുമായി ബന്ധപ്പെട്ട് തുടക്കം തന്നെ സർവകലാശാല എടുത്തിരുന്ന ഒരു നീക്കം അധ്യാപകന്റെ മുകളിലേക്ക് എല്ലാ പഴിയും ചാരുന്ന ഒരു രീതി തന്നെയായിരുന്നു. അതിനൊരു തുടക്കം, അല്ലെങ്കിൽ അതിനോട് കൂട്ടിച്ചേർക്കാവുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ റിപ്പോർട്ടും സമർപ്പിച്ചിരിക്കുന്നത്. പരീക്ഷാ കൺട്രോളറുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സമിതിയാണ് ഇപ്പോൾ വൈസ് ചാൻസലർക്ക് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും അധ്യാപകന്റെ മൊഴിയിൽ വൈരുദ്ധ്യമുണ്ടെന്നും പോലീസ് അന്വേഷണം വേണമെന്നും സമിതി ശുപാർശ ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ അധ്യാപകനെതിരെ കർശന നടപടി സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി അദ്ദേഹത്തെ പിരിച്ചുവിടണമെന്നും ഇനി അങ്ങോട്ടുള്ള മൂല്യനിർണ്ണയവുമായി ബന്ധപ്പെട്ട് ഒരു കേന്ദ്രീകൃത മൂല്യനിർണ്ണയത്തിലേക്ക് കാര്യങ്ങൾ പോകണമെന്നും നിർദ്ദേശിക്കുന്നുണ്ട്. ഇതിനോടൊപ്പം തന്നെ സർവകലാശാലയുമായി അഫിലിയേറ്റ് ചെയ്ത എല്ലാ അധ്യാപകർക്കും പ്രത്യേക ID നൽകണമെന്നും ഇനി മുതൽ ഗസറ്റ് അധ്യാപകനല്ലാതെ അധ്യാപക നിയമനത്തിനുള്ള യോഗ്യതാ മാനദണ്ഡം പരിശോധിക്കണമെന്നും തീരുമാനമെടുത്തിട്ടുണ്ട്. എന്തായാലും വൈസ് ചാൻസലർക്ക് റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ട്. കൂടുതൽ നടപടികൾ ഇനി വൈസ് ചാൻസലറുടെ നേതൃത്വത്തിലായിരിക്കും ഉണ്ടാവുക. എന്തായാലും അധ്യാപകനെതിരെയുള്ള ഒരു നടപടി ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷെ എന്തായാലും ഇനി വൈസ് ചാൻസലറുടെ ഭാഗത്തു നിന്നാണ് അടുത്ത നീക്കം ഉണ്ടാവേണ്ടത്. അഖില, തിരുവനന്തപുരത്ത് നിന്ന് ഹാൻസ് ജോൺ ആണ് വിവരങ്ങൾ നൽകിയത്.